അസ്സലാമു അലൈക്കും. യഥാർത്ഥ ഖുർആൻ എന്താന്ന് മനസ്സിലാക്കാതെ, യഥാർത്ഥ സൃഷ്ടാവ് എന്താന്ന് മനസ്സിലാക്കാതെ, അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും പരിഹസിക്കും, നാം മറ്റുള്ളവരുടെ വിശ്വാസം പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ അത്തരം ആളുകളോട് വിശുദ്ധ ഖുർആന് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. അധ്യായം 31 സൂറ ലുക്മാനിലെ 6 പറയുന്നത്, യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള വിനോദ വാർത്തകൾ, നമുക്കതിന് പ്രത്യേകം ആളുകളുടെ പേരൊന്നും നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്കത് മനസ്സിലാക്കാം. അത്തരം ഒരാൾക്ക് നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്. അവൻ അത് കേട്ടിട്ടില്ലാത്ത പോലെ അവന്റെ ഇരു കാതുകളിലേക്കും അടപ്പുള്ളത് പോലെ. ആകയാൽ നീ അവന് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ. എന്നിട്ട് അതിൽ 22 പറയുന്നത്, വല്ലവനും സദൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ഉറപ്പുള്ള പിടിക്കരയിൽ തന്നെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അള്ളാഹുലേക്കാകുന്നു കാര്യങ്ങളുടെ പരിണതി. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് സൃഷ്ടാവുമായിട്ടാണ്. അപ്പൊ അവനിലേക്ക് തന്നെയാണ് നമുക്ക് മടങ്ങി ചെല്ലാനുള്ളതും. അപ്പൊ ആ ഒരു കയറിൽ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിലെ നമ്മൾ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണോ പ്രധാനം. അതിൽ തന്നെ 23 പറയുന്നത്, വല്ലവനും അവിശ്വസിച്ചുവെങ്കിൽ അവന്റെ അവിശ്വാസം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ പറ്റി നാം അവരെ വിവരം അറിയിക്കുന്നതാണ്. അള്ളാഹു ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിവുള്ളവനാവും. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. തീർച്ചയായിട്ടും അവർ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രവർത്തിച്ചതിനെ പറ്റി അള്ളാഹു അവർക്ക് നാളെ അത് കാണിച്ചു കൊടുക്കുന്നതുമാണ്, വിവരം അറിയിച്ചു കൊടുക്കുന്നതുമാണ്. കാരണം അവർ ഹൃദയത്തിലുള്ളത് സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം അവർക്ക് അല്പം സുഖം അനുഭവിപ്പിക്കുന്നു, പിന്നെ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. പറയുക, അള്ളാഹുവിന് സ്തുതി. പക്ഷെ അവരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും. തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെതാണ് ആകാശ ഭൂമിയിലുള്ളതെല്ലാം. അള്ളാഹു പരാശ്രയമുക്തനാണ്. എന്നാൽ നമ്മളാണ് സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്.